95 EPF പെൻഷൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയെങ്കിലും അതിൻ്റെ നടപടികൾ ഇന്നേ വരെയും പൂർത്തീകരിച്ചിട്ടില്ല. 2014 15,000 രൂപ എന്നുള്ള ഒരു സീലിംഗ് കൊണ്ടുവരുന്നത്. 15,000 രൂപ. അതിന് മുന്നേ 1995 അവർ 6,500 എന്നൊരു സീലിംഗ് കൊണ്ടുവന്നിട്ട് എത്ര തന്നെ ശമ്പളം ഉണ്ടായിരുന്നാലും 6,500 വിഹിതമേ പിടിക്കുള്ളൂ. എത്ര ഉണ്ടായിരുന്നാലും 15,000 എടുക്കുള്ളൂ. 1,00,000 രൂപ ശമ്പളമുള്ളവനാണെങ്കിൽ 15,000 വെച്ചിട്ട് കണക്കാക്കും. അപ്പോൾ അത്തരത്തിൽ ഇന്ന് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള പെൻഷനുകളാണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യം വികസിക്കുന്നു, 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു. താമസിയാതെ 2028 ഇന്ത്യ 3ാം സ്ഥാനത്ത് എത്തും എന്നെല്ലാം നാം കൊട്ടിഘോഷിക്കുമ്പോഴും ഇവിടെ ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ വികസിത ഭാരതത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇന്നലെയിലെ ചെറുപ്പക്കാർ ഇന്ന് വാർദ്ധക്യത്തിൽ വെറും 1,000 രൂപ മിനിമം പെൻഷൻ വാങ്ങിക്കൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഈ 1,000 രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്നവർ ആലോചിക്കുകയാണ്. ഭക്ഷണം കഴിക്കണമോ, വിഷം വാങ്ങണമോ, ഒന്നിനും തികയാത്ത ഈ 1,000 രൂപ, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ കേന്ദ്ര സർക്കാരിന് ഇതുവരെയും സാധിക്കാത്തത് വളരെ ദയനീയമായ ഒരവസ്ഥയായിപ്പോയി, ഒരു വഞ്ചനയായിപ്പോയി. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് അവരുടെ നല്ല കാലം സർക്കാരിൽ സേവിച്ചവർ ഇന്ന് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ട ഒരവസ്ഥ സംജാതമാക്കിയ ഈ സർക്കാരിൻ്റെ ഈ വഞ്ചനയ്ക്കെതിരെ ഒരു നീക്കം സർക്കാർ അറിഞ്ഞുകൊണ്ട്, ഉണർന്നുകൊണ്ട് എത്രയും വേഗം ചെയ്ത് കിട്ടിയാൽ കുറേ പേരെങ്കിലും അവരുടെ ഈ അവസാന വേളകളിൽ കഞ്ഞി കുടിച്ചിട്ട് മരിക്കും. അല്ലെങ്കിൽ ഈ സർക്കാരിനെ ശപിച്ചുകൊണ്ട് തന്നെ മരിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഇതിൽ ഇടപെട്ട് ചെയ്തില്ല എങ്കിൽ അടുത്ത സർക്കാരെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ മരണത്തോട് കയ്യും കാലും ഇട്ടടിക്കുന്ന ഈ വാർദ്ധക്യ പെൻഷനേഴ്സ് ഉറ്റുനോക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഈ സർക്കാർ ചെയ്യുമെങ്കിൽ അതൊരു വലിയൊരു നേട്ടമായിരിക്കും. ഇവിടെ ഇന്ത്യ വികസിത ഭാരതമാണെന്നും ലോകത്തിലെ അതിശക്തമായ രാജ്യമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇതൊരു നാണംകെട്ട ഒരു ഏർപ്പാടല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്.